ഹായ് എവരിവൺ. ആരെയും കാണുന്നില്ല. എല്ലാവരും ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ഗംഭീരമായൊരു പരസ്യം കണ്ടു. ഗംഭീര പരസ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, വളരെ ബോറടിപ്പിക്കുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നൊരു പരസ്യം. ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന മായാത്ത പരസ്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സന്തൂർ മമ്മിയുടെ പരസ്യം നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതുപോലെ നിർമ്മയുടെ പരസ്യം, പണ്ടത്തെ നിർമ്മയുടെ പരസ്യം, വാഷിംഗ് പൗഡർ നിർമ്മ എന്ന് പറയുന്ന പരസ്യം നമ്മൾ ആരും മറക്കാൻ വഴിയില്ല. അതുപോലെ അനിക് സ്പ്രേ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, അത് നമ്മൾ ആസ്വദിക്കുന്ന പരസ്യമാണ്. എന്ന പോലെ വേറൊരു പരസ്യം എന്താ, ഒരു വിസ്പർ അല്ല, അത് എന്ത് ഒരു പാഡ് കമ്പനിയാണ്. ആ പാഡ് കമ്പനിയുടെ പരസ്യത്തിൽ അവർ പറയുന്നത്, അവരും അറിയട്ടെ നമ്മൾ മോഡേൺ ആണെന്ന്. അങ്ങനെ 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 എണ്ണിയാലൊടുങ്ങാത്ത പരസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പണ്ടത്തെ ഒരുപാട് പരസ്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടു. നമ്മുടെ മോഹൻലാലിനെ ചേർത്ത് വെച്ചിട്ട്, അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു പരസ്യമായിട്ട് തോന്നില്ല. ആ പരസ്യം കാണുമ്പോൾ ഒരു സ്ഥലത്ത് ക്യാമറ ആക്ഷൻ റെഡി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് ഓർണമെന്റ്സ് ഊരി വെക്കുന്നുണ്ട്, ഒരു മോഡലിന്റെ കഴുത്തിൽ നിന്ന്. പിന്നെ മോഹൻലാൽ വരുന്നുണ്ട്. മോഹൻലാൽ വന്നിട്ട് പിന്നെ അങ്ങേര് തിരിച്ചവിടെ പോകുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ആ പരസ്യത്തിൽ ഓർണമെന്റ്സ് കാണുന്നില്ല, പോലീസിൽ അറിയിക്കണ്ടേ, ലാലേട്ടനോട് ഇനി എന്ത് പറയും എന്നൊക്കെയാണ് ചോദ്യം. അതുവരെയൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കാണാതായ ഓർണമെന്റ്സ് സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് നിർത്തിയിട്ട് ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നമ്മളെല്ലാവരും നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിനേതാവായിട്ട്, നമസ്തേ, എന്താ, ജെ ആൻഡ് എച്ച് റീലോ, ഓക്കെ, നമസ്തേ, എനിവേ, എനിക്ക് പേര് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. ജെ ആൻഡ് എച്ച് റീൽ എന്നാണ് കാണുന്നത്. നമസ്തേ. അപ്പോ ഈ പറയുന്ന ഓർണമെന്റ്സ് എടുത്തിട്ട് അവരവരുടെ കഴുത്തിലോട് ചേർത്ത് വെച്ചിട്ട്, നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. വിരലുകളും ഇട്ടിട്ട് ഒരു ക്ലാസിക്കൽ മുദ്രകൾ കാണിച്ചിട്ട് പുള്ളി കാണിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി ആ പരസ്യത്തെ, അപ്പൊ ആ പരസ്യം അത് മനസ്സിലായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ പരസ്യത്തിന് അദ്ദേഹം മോഡലാണെന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ പൊന്നു ലാലേട്ട, നിങ്ങളുടെ ഈ വൃത്തികെട്ട ഛർദ്ദിക്കാൻ വരുന്ന പരസ്യം കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഛർദ്ദിക്കാൻ വന്നു. ഒന്നാമത്തെ കാരണം, ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആള് ആണായതുകൊണ്ടോ അല്ലെങ്കിൽ അയാള് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുഖത്ത് യാതൊരു ഭാവങ്ങളും ഇല്ല. വെറും മരവിച്ച ഒരു മുഖമാണ് ലാലിന്റെ. ഒരു എക്സ്പ്രഷൻസും വരാത്ത ഒരു മരവിപ്പുള്ള ഒരു മുഖം. ആ മരവിപ്പുള്ള മുഖത്ത്, ആ ശരീരം പിന്നെ പോട്ടെ, ഈ മരവിപ്പുള്ള മുഖത്ത് എന്ത് ഭാവങ്ങൾ വന്നിട്ടും പ്രത്യേകിച്ചും ഒരു സ്ത്രൈണത വേണ്ടതാണ്. ഈ പറയുന്ന ഓർണമെന്റ്സുകൾക്കൊക്കെ ഒരു സ്ത്രൈണത വരേണ്ടി വരുമ്പോൾ ഈ കഥാപാത്രം അത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, ഇറിറ്റേറ്റഡ് ആണ് ആ പരസ്യം. വെരി ഇറിറ്റേറ്റിംഗ്. ഐ ഹേറ്റ് ദാറ്റ് അഡ്വർടൈസ്മെന്റ്. അത്രേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ബോറാണ്. ഒരു നോർമലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ആ പരസ്യം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും. ദയവ് ചെയ്തിട്ട് പൊന്നു ലാലേട്ട ചെയ്യരുത് ഇതുപോലുള്ള കോപ്രായത്തരങ്ങൾ. ഇനി കമ്പനിക്കാർ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും, അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കതിലൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ അഭിപ്രായം പറയാലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഭയങ്കര ബോറാണ്, ഭയങ്കര ബോറാണ്. ചെറിയൊരു ബോറല്ല, അങ്ങേയറ്റം ബോറാണ്. അത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്കും ബോറായിട്ട് തോന്നി. പിന്നെ ഈ പറയുന്ന സ്ത്രൈണത, പുരുഷനിലെ സ്ത്രൈണത വന്നാൽ എന്നാ പിന്നെ പുരുഷൻ എന്ന വർഗം വേണോ? ഈ പുരുഷനിൽ സ്ത്രൈണത കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുമ്പോൾ ഈ പറയുന്ന വെമ്പുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് പുരുഷൻ? പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു രൂപമുണ്ട്, ഉണ്ടല്ലോ.
പുരുഷൻ എന്നും പുരുഷനായിട്ട് ഇരുന്നാലേ ആ പുരുഷന് ഭംഗിയുള്ളൂ.